വയനാട്ടിലേക്ക് എത്തിയാൽ വയനാട്ടിൽ പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനായി വനംവകുപ്പ് തീവ്ര ശ്രമം നടത്തുകയാണ്. തൂപ്ര അങ്കനവാടിക്ക് സമീപം പ്രദേശവാസികൾ കടുവയെ കണ്ടു എന്ന വാർത്ത വരുന്നു. രാത്രി 7:20 കൂടിയാണ് കടുവയെ കണ്ടത്. വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപത്താണ് കടുവയുടെ സാന്നിധ്യം. റോഡ് മുറിച്ചു കടക്കുന്ന കടുവയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമ്മൾ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. ഇതാണ് കടുവ. ആ കടുവ റോഡ് മുറിച്ച് കടക്കുകയാണ്. എന്നാലും ആ പരിസരത്ത് ഇപ്പോൾ വനംവകുപ്പുണ്ട്. കൂട് സ്ഥാപിച്ച സ്ഥലത്തിന് തൊട്ടടുത്താണ് കടുവയെ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ഇത് റോഡ് മുറിച്ച് കടക്കുന്ന കഴിഞ്ഞ നാളുകളായി രാത്രികളിൽ ഈ കടുവയെ തേടി പകലും രാത്രിയുമായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRTയും വെറ്റിനറി സർജന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കടുവ കൊടുത്തില്ല. ദീപക് മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, 7:20 കൂടിയാണ് കടുവയെ കണ്ടത്. അപ്പോൾ അധിക ദൂരം പോകാനിടയില്ല. ഇപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കി കഴിഞ്ഞോ വനംവകുപ്പ്? അരുൺകുമാർ, 10 ദിവസമായി ഈ തൂപ്ര അതുപോലെ തന്നെ അമരക്കുനി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇറങ്ങി ജനവാസ മേഖലകളിലെ നിരവധി വളർത്തുമൃഗങ്ങളെ പിടികൂടിയ കടുവയുടെ ദൃശ്യമാണ് ഇപ്പോൾ ഒരു കാറിന്റെ ഡാഷ് ക്യാമറയിൽ കുടുങ്ങിയ ദൃശ്യമാണ്. തൂപ്ര കേശവൻ എന്ന് പറയുന്ന ഒരു പ്രദേശവാസിയുടെ വീട്ടിലുള്ള ഒരു ആടിനെ കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുൻപ് കടുവ പിടികൂടിയിരുന്നു. ഇതിന് സമീപത്ത് വനംവകുപ്പ് കൂട് വെച്ചിട്ടുണ്ട്. ഈ കൂടിന് സമീപത്താണ് ഈ റോഡ് മുറിച്ചു കടന്നു പോകുന്ന കടുവയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വനംവകുപ്പ് ജീവനക്കാർ ഇപ്പോൾ ഇവിടെ സ്ഥലത്തുണ്ട്. അവർ 2 ഡ്രോണുകൾ, അതായത് ഒരു സാധാരണ ഡ്രോണും ആളുകളാണ് ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തത് അല്ലേ? ദീപക്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? അരുൺകുമാർ, അതായത് പ്രദേശവാസിയായ ജോയിയുടെ കാറിലാണ് അദ്ദേഹത്തിന്റെ ഫാമിൽ പോയി തിരികെ മടങ്ങുന്ന സമയത്താണ് ഈ റോഡ് മുറിച്ച് കടന്നു പോകുന്ന കടുവയുടെ ദൃശ്യങ്ങൾ കാറിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കടുവ വളരെ ക്ഷീണിതരാണ്. 3 ദിവസമായി ഇത്തരത്തിൽ ഈ കടുവയ്ക്കായുള്ള കൂടുകൾ പലയിടങ്ങളിലും വെച്ച് വനംവകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും ആ മേഖലയിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ RRT ടീം അംഗങ്ങളും ഒപ്പം മയക്കുവെടി സംഘവുമുണ്ട്. അവർ 2 ഡ്രോണുകൾ ഉപയോഗിച്ച്, തെർമൽ സ്കാനർ ഡ്രോൺ ഉപയോഗിച്ച് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലം നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും മറ്റൊരു കൂട്, അതായത് ഈ മേഖലയിൽ വെച്ച കൂടുകൾ സാധാരണ നിലയിലായിരുന്നു. ആ കൂടുകളെല്ലാം ഇന്ന് വനംവകുപ്പ് ജീവനക്കാർ പോയി സ്വാഭാവികമായിട്ട് പച്ചിലകളെല്ലാം മറിച്ച് കൂടുകൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം കൂട്ടിൽ സ്ഥാപിച്ചിരുന്ന ഈ കടുവ ആക്രമിച്ച് കൊന്ന ചത്ത ആടുകളുടെ ജഡങ്ങൾ മാറ്റി പകരം ചെറിയ ആട്ടിൻകുട്ടിയെയാണ് ഇപ്പോൾ കടുവയ്ക്കായി കെണിയൊരുക്കി വനംവകുപ്പ് കാത്തിരിക്കുന്നത്. അതിനിടയിൽ പുറത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇത്, അരുൺകുമാർ. ഓക്കെ, അതായത് ഈ കടുവ കൂട്ടിൽപ്പെടാതെ പക്ഷേ ആടുകളെ ആക്രമിക്കുന്നത് തുടരുന്നു എന്നതായിരുന്നു അവസ്ഥ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ന് പുലരും മുൻപ് തന്നെ കടുവയെ പിടിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം തൊട്ടടുത്താണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ദൂരം പോയിരിക്കാനുള്ള സാധ്യതയുമില്ല. അരുൺകുമാർ, അതായത് ഈ തൂപ്ര അമരക്കുനി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം തമ്മിൽ 2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലങ്ങളാണ്. ഈ മേഖലയിൽ ഇപ്പോൾ ഈ കാപ്പിക്കുരുവൊക്കെ വിളവെടുപ്പിന്റെ സമയമാണ്. പക്ഷേ കർഷകർക്കൊന്നും ആ മേഖലയിലേക്ക് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് അതൊന്നും പണികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഈ 5 കൂടുകൾ, അതായത് ഈ ആടുകളെ ആക്രമിച്ചു കൊന്ന സ്ഥലങ്ങളിൽ 5 കൂടുകൾ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൂട്ടിലാണ് ആടുകളെ കെട്ടിയിട്ടിരിക്കുന്നത്, കടുവയ്ക്കായി കെണിയൊരുക്കിയിരിക്കുന്നത്. പക്ഷെ കടുവ ഈ കൂട്ടിലൊന്നും കയറാതെ കറങ്ങി നടക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ രാത്രി മുതൽ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പിന് കിട്ടിയിരുന്നില്ല. ഇന്ന് പകലും വനംവകുപ്പ് ഈ മേഖലയിലെല്ലാം അരിച്ചു പെറുക്കിയിട്ടും കടുവയുടെ സാന്നിധ്യം ലഭിച്ചില്ല. അതിനിടയിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഏതായാലും വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ കടുവയുള്ളത്. കടുവയെ കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് രാത്രിയും തുടരുകയാണ്. അരുൺകുമാർ, വനംവകുപ്പ് രാത്രിയിലും തുടരുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കടുവയ്ക്ക് പിന്നാലെയാണ്. പകൽ വെളിച്ചത്തിൽ കടുവയെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ വൈകുന്നേരമാകുമ്പോഴേക്കും കടുവയെ സ്പോട്ട് ചെയ്യുന്നു. പക്ഷേ സ്പോട്ട് ചെയ്ത് വനംവകുപ്പ് അവിടെ എത്തുമ്പോഴേക്കും കടുവ മറ്റൊരു സ്ഥലത്തേക്ക് മറയുന്നു. അതാണ് സ്ഥിരം കാഴ്ച. ഓരോ ദിവസവും ഓരോ കടുവയെ ആക്രമിക്കുന്നതിന്റെ വാർത്ത പുറത്തു വരികയും ചെയ്തു. ഇന്നിപ്പോൾ 7:20 കൂടി കടുവയെ സ്പോട്ട് ചെയ്തിരുന്നത് കാർ യാത്രക്കാരൻ ജോബിയാണ്. അദ്ദേഹത്തിന്റെ കാറിന്റെ ഡാഷ്ബോർഡിൽ വെച്ച ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT വിദഗ്ധന്മാരും ഒപ്പം തന്നെ വെറ്റിനറി സർജന്മാരും ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കൂട്ടിൽ ആടുമായി അവർ കാത്തിരിക്കുകയാണ്.